എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും ഞങ്ങളിടുന്ന വീഡിയോസ് കാണുക, ഷോർട്സും വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ സൂപ്പിന് ആവശ്യമുള്ള ടൊമാറ്റോ എടുക്കുക, അതൊന്ന് കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലാണെങ്കിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളത്തിലാണെങ്കിൽ തണുത്ത വെള്ളം. ഞാനിപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ആവശ്യത്തിന് ഗാർലിക് ചേർക്കുക, ഒരു സവോള അരിഞ്ഞ് ചേർക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് സവോള വേണമെങ്കിൽ 2 എണ്ണം എടുക്കാം, ഗാർലിക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ടൊമാറ്റോയുടെ സ്കിന്ന് മാറ്റുക. വിത്ത് സ്കിന്നായിട്ടാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ആ വെള്ളത്തിലോട്ടിട്ടിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറിയാണ് ഇങ്ങനെ വഴറ്റുന്നത്. നിങ്ങളോർക്കും ഇതെന്താ ഫ്രൈഡ് റൈസ് ഞാൻ കുറേ നാളുകൊണ്ട് കാണിക്കുന്നില്ല. അത് ഇവർക്ക് അതാണ് ഇഷ്ടം. അതല്ല, അത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറി, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, അത് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതേ പാനിൽ തന്നെ ഞാനൊരു മുട്ട പെപ്പറും ഉപ്പും ചേർത്തിട്ട് ഈ ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനതൊരു ഓംലെറ്റ് പോലെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ പച്ചക്കറിയുടെ തന്നെ ഷേപ്പിൽ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം നമുക്ക് കട്ട് ചെയ്ത് വരുവാണെങ്കിൽ ഈ പച്ചക്കറിക്കൊപ്പം ആകുമല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ചേർക്കാം. ഒരു ഗ്ലാസ് റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കുക. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വെയിറ്റ് ഇടാണ്ട് പഴയ ഞാൻ എൻ്റെ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കേർഡിന് ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടി കുറച്ച് കേർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേർഡിന് ആവശ്യത്തിന് കേർഡ് ചേർക്കുക, ചോപ്ഡ് ഒണിയൻ ചേർക്കുക. ഞാൻ കുറച്ച് സ്പ്രിങ് ഒണിയൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാലും ഞാൻ കുറച്ചൊന്നും ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ചോപ്ഡ് ക്യാരറ്റ്, നമുക്ക് വേണമെങ്കിൽ ചോപ്ഡ് ടൊമാറ്റോ ചേർക്കാം, ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. ഞാനിപ്പം ഇവിടെ ഒരു അനാറാണ് ചേർത്തിരിക്കുന്നത്. 2 അനാർ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. വെറുതെ അനാർ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പല്ലൊക്കെ കറുത്ത് പോകുന്നുണ്ട്. ഈ കേർഡിനകത്ത് ഇടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമല്ലോ. അത് കുറച്ച് വേറൊരു ടേസ്റ്റാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം ഈ കേർഡ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനതിന് മേലിലും ഞാനൊരു ഗാർണിഷ് ചെയ്യാനും ഞാനൊരു പോംഗ്രനേറ്റോടുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ: ടൊമാറ്റോ സൂപ്പ്, ഫ്രൈഡ് റൈസ് ആൻഡ് പോംഗ്രനേറ്റ് കേർഡ്. പിന്നെ ഇത് ചിക്കൻ മഞ്ചൂരിയനുണ്ട്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. അപ്പം ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 4 മണിക്ക് വേണ്ടി. അതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് കളറിന് പകരം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉള്ളി ഇടുക, പിന്നെ ചോപ്ഡ് ജിഞ്ചർ, പച്ചമുളക്, നല്ലതായിട്ട് കറിവേപ്പില ഇടുക. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമായിട്ട് കുഴച്ച് നന്നായിട്ട് കുഴയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് മൈദാമാവ് യൂസ് ചെയ്യാം, ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, കടലമാവ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. കുഴച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട്
നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം ഈ ഉള്ളിവടയുടെ ഇത് എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഞാൻ ടിഷ്യൂ പേപ്പറൊന്നും വെച്ചിട്ടില്ല, ഞാൻ ആ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റുന്നുണ്ട്. നന്നായിട്ടിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കളർ ചേർത്തിട്ടില്ല, കളറിൽ ചേർക്കുന്നതിന് പകരമാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ അല്പം പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. വേറെ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടുതലിടുകയെന്നുണ്ടെങ്കിലും കുറച്ച് നല്ലതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ്. ജിഞ്ചർ കൂടെ ഇട്ടിട്ടുണ്ട്, അതും ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് ഉള്ളി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ മാവ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച്, ഉള്ളിവടയാണല്ലോ അപ്പോൾ ഉള്ളി കുറച്ച് കൂടുതൽ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 4 മണിക്ക് വേണ്ടി ഞാനൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഞാനൊരു വാഴയ്ക്ക ബോളി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെന്തുവാ പറയുന്നത്? ഞങ്ങൾ വാഴയ്ക്കപ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഞാനിവിടെയും ഗോതമ്പ് മാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നുണ്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. കളറിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏത് മാവിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മൈദാ മാവ് ഉപയോഗിക്കാം, കടലമാവ് ഉപയോഗിക്കാം. ഞാൻ ഈ ബനാന ഞാൻ വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു ഫ്രൈങ് പാനിനകത്ത് വെച്ചാൽ ഈ ബാറ്റർ റെഡിയാക്കി തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് ആ വാഴയ്ക്ക ബോളി എന്നാണ് ഞങ്ങൾ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ തിളച്ച എണ്ണയിലോട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ടിരുന്നു. പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. അങ്ങനെ ഇന്നത്തെ ഈവനിങ് സ്നാക്സാണ് വാഴയ്ക്ക ബോളി ആൻഡ് ഉള്ളിവട.